Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma salli wa sallim wa barik ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും സമാദരണീയരായ പണ്ഡിതന്മാർ, പ്രസ്ഥാന നേതാക്കന്മാർ, ഈ സ്ഥാപനത്തിന്റെ സഹകാരികൾ, പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കൾ, അൽ-അൻസാർ സ്ഥാപനങ്ങളുടെ 30ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ സെഷനുകളും ചർച്ചകളും സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം വളരെ വൈകിയതുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. എല്ലാവരും എണീറ്റ് ഒരു സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആയിരുന്നോളെ മുതാലിമികളാകുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ അർത്ഥവത്തായ വളരെ അമൂല്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് അഭിനന്ദനായ ഇബ്രാഹിം ബാക്കവി ഉസ്താദ് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ നൂറാകുന്ന അറിവ് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദുൻ നബവിയിൽ രൂപപ്പെടുത്തിയെടുത്ത അഹ്ലു സുഫയുടെ ഉത്തരവാദിത്വവും അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകിയ ദൗത്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം സ്വഹാബിമാരും മസ്ജിദുൻ നബവിയിൽ മറ്റു ജോലികൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും പോവാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വെച്ച് അവിടുത്തെ ചാരത്ത് അവരെ കണ്ട് അനുഭവിച്ച് മുത്തുനബിയിൽ നിന്ന് അല്ലാഹുവിന്റെ നൂറാകുന്ന അറിവ് സ്വീകരിച്ച് വരാനിരിക്കുന്ന തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു അഹ്ലു സുഫയിലെ ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ദൗത്യം. രണ്ടാമത്തെ ഒരു ദൗത്യം കൂടി മുത്തുനബി അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക്, വിശേഷിച്ചും ശത്രു സമൂഹം ഇസ്ലാമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സാഹചര്യത്തെ പ്രതിരോധിച്ച് യുദ്ധമുഖത്തേക്ക് ഏത് ഘട്ടത്തിൽ വിളിയാളം വന്നാലും എല്ലാം മറന്ന് സന്നദ്ധരായി മുൻനിരയിൽ ഉണ്ടാവേണ്ട സംഘമാണ് നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് രണ്ടാമത്തെ ദൗത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ അഹ്ലു സുഫയുടെ തുടർച്ചയായിട്ടാണ് നമ്മളിങ്ങനെ സ്ഥാപനങ്ങളിലും ദർസുകളിലും ഈ സമൂഹത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അവരുടെ സ്നേഹവും അവരുടെ ആദരവും ബഹുമാനവും ഒക്കെ വാങ്ങി നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു സുഫക്ക് എന്തൊക്കെ ദൗത്യങ്ങൾ, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് എല്ലായ്പ്പോഴും നമ്മൾ തിരിച്ചറിയണം.
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നൂറാകുന്ന അറിവ് ആഴത്തിൽ പഠിച്ച് വരാനിരിക്കുന്ന സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന പ്രബോധിത സമൂഹത്തിലേക്ക് പുതിയ കാലത്തിന് അനുചിതമായി അനുഗുണമായി കൊടുക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഏത് ഘട്ടങ്ങളിലും ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിന്റെ മുന്നിൽ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിന്റെ അറിവ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാകുന്ന പണ്ഡിതന്മാരാകുന്ന നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ നൂറാകുന്ന അറിവ് പഠിക്കുക എന്നതോടൊപ്പം തന്നെ ആ അറിവിനെ പുതിയ കാലത്തേക്ക് ഏത് രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടണമോ ആ രീതിയിൽ സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റികളായി ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നമ്മൾ ഒരു സമൂഹത്തിന്റെ ലൈറ്റ് ഹൗസുകളായി മുന്നിൽ നിൽക്കേണ്ട ആളുകളാണ്. എന്താണ് ഒരു ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത? നമ്മളൊക്കെ ലൈറ്റ് ഹൗസ് കാണാൻ പോയിട്ടുണ്ടോ? അല്ലേ? കാണാൻ പോയിട്ടില്ലേ? ഇതിൽ ലൈറ്റ് ഹൗസ് കാണാത്തവരുണ്ടോ? ലൈറ്റ് ഹൗസ് മനസ്സിലായിട്ടില്ല? കണ്ടോലെന്ന് കഴിഞ്ഞു കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തിനാണ് ലൈറ്റ് ഹൗസ് സ്ഥാപിക്കപ്പെടുന്നത്? ദിശയറിയാതെ, ലക്ഷ്യസ്ഥാനം അറിയാതെ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾക്ക് കര ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കടൽ തീരങ്ങളിൽ ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ റൺവേകളുടെ രണ്ട് ഭാഗങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വട്ടത്തിലുള്ള സാധനം നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതിന്റെ മീതെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ടോ? വളരെ ചെറിയ ലൈറ്റ്. ആ ലൈറ്റ് ഇടക്കിടക്ക് മിന്നും തെളിയും. ആയിരക്കണക്കിന് അടികൾക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ ഗതി നിർണയിക്കുന്ന പൈലറ്റിന് തന്റെ ഫ്ലൈറ്റ് ഏത് ഭൂമിയിൽ ലാൻഡ് ചെയ്യണം, അതിന്റെ റൺവേ ഏതാണ് എന്ന് കാതങ്ങൾക്കപ്പുറത്തു നിന്ന് തന്നെ വളരെ ചെറിയ ഒരു ലൈറ്റ്, ഇതാണ് റൺവേ, ആ റൺവേയുടെ രണ്ട് പരിധികളുടെ അപ്പുറത്ത് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ ലൈറ്റാണ് ആ പൈലറ്റിന് ആയിരക്കണക്കിന് അടികൾക്ക് മുകളിൽ നിന്നുകൊണ്ടുപോലും തന്റെ ദിശ, താൻ ഇറങ്ങേണ്ട റൺവേ ഏതാണെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഇതേപോലെ ഈ സമൂഹത്തിൽ വഴിയറിയാതെ തങ്ങളെ കൈപിടിക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നമ്മെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട്. ആ സമൂഹത്തിലേക്ക് ലൈറ്റ് ഹൗസുകളായി അവർക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ മുന്നിൽ നിന്ന് അവരെ ഇസ്ലാമിന്റെ തെളിച്ചത്തിലേക്ക്, ആശയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മുതഅല്ലിമീങ്ങളാകുന്ന നമ്മൾക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം. നമ്മുടെ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് തഹ്സീലൊക്കെ കിട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ഘട്ടത്തിൽ മാത്രമാണോ എന്നിൽ പ്രബോധിത ദൗത്യം ആരംഭിക്കുന്നത്? അല്ല, പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണം എന്ന മഹത്തായ ഉത്തരവാദിത്വം എന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ ജീവിതം കുറച്ചുകൂടി അർത്ഥവത്തായി മാറുന്നത്. അങ്ങനെ നമ്മൾ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ പഠനം കുറച്ചുകൂടി ആഴമേറിയ പഠനമാകും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ പഠന രീതിയിൽ നിന്ന് കുറച്ചുകൂടി ആഴമേറിയ പഠനത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. അതെപ്പോഴാണ് പോകുന്നത്? നമ്മൾ ഇപ്പോൾ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നാൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതിനപ്പുറത്ത് പഠിക്കാനുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമെന്ന ഉൾക്കാഴ്ച നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മാസത്തിൽ ലീവ് കിട്ടുന്ന ഒരു വ്യാഴാഴ്ച നിങ്ങൾ നാട്ടിലേക്ക് ബസ് കയറും. ആ ബസ് കയറി രണ്ടുപേരിക്കാനുള്ള ഒരു സീറ്റിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ പോയി ഇരുന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് 20-30 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം നിങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്തേക്ക്. ഈ 30 കിലോമീറ്റർ ഓടാനുള്ള 1 മണിക്കൂർ നേരം ബസ്സിലിരിക്കുമ്പോൾ
എത്രയെത്ര മനുഷ്യർ നിങ്ങളുടെ സീറ്റിന്റെ നിങ്ങൾ അടുത്ത് വന്ന് ഇരുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ അടുത്ത് എത്ര പേർ വന്ന് ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാനുള്ള ഒരാൾ വന്നിട്ടുണ്ടാകും. അയാളുടെ ലക്ഷ്യസ്ഥാനെത്തുമ്പോൾ എണീറ്റ് ഇറങ്ങിയിട്ടുണ്ടാകും. വീണ്ടും മറ്റൊരാൾ വന്നിരുന്നിട്ടുണ്ടാവും. നമ്മൾ ഈ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 1 മണിക്കൂർ യാത്രക്കിടയിൽ എത്രയെത്ര മനുഷ്യർ നമ്മുടെ കൂടെ സഹയാത്രികനായി നമ്മളോട് ചേർന്ന് നമ്മുടെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് നമ്മളോട് യാത്ര ചെയ്ത് തിരിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ മനുഷ്യരുമായി സംസാരിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ ആരായിരുന്നു? നമ്മൾ ഇറങ്ങാൻ പോകുന്ന, നമ്മൾ പഠിച്ച് പ്രബോധിത സമൂഹം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമൂഹത്തിലെ വിവിധങ്ങളായ കോണുകളിൽ ജീവിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു, സംരംഭകരുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു, ഈവൻ യാചകരുണ്ടായിരുന്നു, ദരിദ്രരായ മനുഷ്യരുണ്ടായിരുന്നു, സമ്പന്നരുണ്ടായിരുന്നു. അങ്ങനെ 100 കൂട്ടം മനുഷ്യർ നമ്മുടെ കൂടെ ബസ്സിൽ നമ്മളോട് ശരീരത്തോട് തൊട്ടുരമ്മി മണിക്കൂറുകളോടെ നമ്മളോടൊപ്പം ചേർന്നിരുന്നിട്ട് പോലും നമ്മൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ആ യാത്രയിൽ ഒരുപക്ഷെ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈലുകളിലേക്ക്, സ്ക്രീനുകളിലേക്ക് ഊളിയിട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ തൊട്ടടുത്ത യാത്രികൻ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി സംസാരം തുടങ്ങിയപ്പോഴേക്ക് നിങ്ങൾ അത് മുറിച്ച് നിങ്ങളുടെ കാതിലേക്ക് ഹെഡ്ഫോണുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഹെഡ്സെറ്റുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. നമുക്കൊരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളായിരുന്നു, ഒരു ഉപകരണമായിരുന്നു. എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും മികച്ച മാധ്യമമായിരുന്നു എന്റെ കൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന് പറയുന്നത്. വീണ്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ നിന്ന് വൈകുന്നേരം നിങ്ങളൊരു 5 പേര് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നു. ആ യാത്ര നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ ക്യാമ്പസിൽ 100 കുട്ടികളാണുള്ളത്, 50 കുട്ടികളാണുള്ളത്, 30 കുട്ടികളാണുള്ളത്. ആ 30 പേർ മാത്രമുള്ള ലോകത്ത് നിന്ന് അതിന്റെ ഗേറ്റ് കടന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത് പുതിയൊരു ലോകത്തേക്കാണ്. ആ ലോകത്ത് എത്ര കൂട്ടം മനുഷ്യരുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന കടയിലെ ചായ നൽകുന്ന ആ മനുഷ്യർ പോലും നമുക്ക് പുതിയ കാലത്തെ സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളായിരുന്നു. ആ മനുഷ്യരോട് നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ 5 പേർ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത്, നമ്മൾ 5 പേർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്, ആ സ്ഥലത്ത് വരെ ഒരുമിച്ച് നമ്മൾ സംസാരിക്കും, 5 പേരും സംസാരിക്കും. ഒരു ചായക്കടയിലെ ടേബിളിൽ നമ്മൾ 5 പേര് തന്നെ ഒരുമിച്ചിരിക്കും, വീണ്ടും നമ്മൾ തന്നെ സംസാരിക്കും. ചായ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും ക്യാമ്പസിലേക്ക് നമ്മൾ 5 പേർ തന്നെ നടന്നു വരും. ഈ 1 മണിക്കൂർ നേരത്തെ പുറത്തെ സംസാരത്തിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്തുള്ള ഏതെങ്കിലും മനുഷ്യരുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിയാൽ, ഞാനിപ്പോൾ പഠിക്കുന്നത് പഠിച്ചാൽ പോരാ എന്നോ, ഞാനിപ്പോൾ വായിക്കുന്നതും അന്വേഷിക്കുന്നതും ഒട്ടുമേ എവിടെയും എത്തിയിട്ടില്ല എന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് കുറേയേറെ മനുഷ്യരുമായി നമ്മൾ സംവദിക്കുമ്പോഴും ഇടപെടുമ്പോഴുമാണ്. അങ്ങനെ മനുഷ്യരെയും ചുറ്റുപാടുള്ള ആളുകളെയും ഇടപെടിക്കാനുള്ള മാധ്യമങ്ങളാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ദഅവാ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക എന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാടുകളിൽ എത്തുന്ന സമയത്ത് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ, ആ കുട്ടികൾക്ക് നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. ആ 1 മാസത്തെ 3 ദിവസം എന്റെ നാട്ടിലെ മുതാലിമായ ഇന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി ഈ നാട്ടിലെത്തിയാൽ ഞങ്ങൾക്ക് നേതൃപരമായി മുന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ അയാൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആ ആളുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതിന്റെ മാധ്യമങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയും സമാജവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. അതിന്റെ സംഘടിത രൂപമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം, നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പുതിയ കാലത്തെ മനുഷ്യരെ അറിയണം, പുതിയ കാലത്തെ ഭാഷകളെ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തിന്റെ ഗതിവിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ക്യാമ്പസിന് അപ്പുറത്ത് നിന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ്, അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ സമൂഹത്തിന് അനുസരിച്ചുകൊണ്ടുള്ള പഠനം ക്യാമ്പസുകളിൽ നിന്ന്, നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അങ്ങനെയുള്ള ആയമുള്ള വായനകളിലേക്ക് നമ്മളിങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം.
ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥാപനത്തിൽ നിങ്ങൾ നിൽക്കുന്ന കാലത്ത് ഒരു ക്ലാസ് നടക്കാത്ത ആഴ്ചയിലെ ഒരു ദിവസം, അത് വെള്ളിയാഴ്ച ദിവസമാകും എന്ന് ഞാൻ വിചാരിക്കും. വെള്ളിയാഴ്ച ദിവസം ക്ലാസ്സുകൾ ഒന്നുമേ ഇല്ല, സബക്കുകൾ ഒന്നുമില്ല. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസമാണോ വളരെ ഫ്രീ ആയി കിട്ടുന്ന ക്ലാസ്സുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വയം അന്വേഷിക്കാനും സ്വയം വായിക്കാനും ഉസ്താദുമാർ കർശനമായി നിർദ്ദേശിക്കുന്ന ടൈം ടേബിളുകളോ സമയക്രമീകരണങ്ങളോ ഒന്നുമില്ലാത്ത, നിങ്ങൾക്ക് മാത്രമായി നിങ്ങളുടെ വായനക്കും അന്വേഷണങ്ങൾക്കും തദ്രീസിനും ദർസിനും മുത്താലക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ആയ ഒരു വെള്ളിയാഴ്ച ദിവസം, സമാനമായി എല്ലാ പീരീഡും നടക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് നടക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച ദിവസം, ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ദിവസം ഏതാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും നടന്നു പോവുകയും ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ചയാണോ? ഏറ്റവും കൂടുതൽ സബക്ക് നടക്കുന്ന മറ്റേതെങ്കിലും ദിവസമാണോ? നിങ്ങളിങ്ങനെ സ്വയം ആലോചിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ സബക്ക് നടക്കുന്ന ദിവസം രാവിലെ 6:30 മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ഉസ്താദുമാരുടെ സബക്ക് നടന്നിട്ടുണ്ടാവും, നിങ്ങളുടെ സ്വന്തമായ വായനകൾ നടന്നിട്ടുണ്ടാവും, അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടാവും, മുത്താലകൾ നടന്നിട്ടുണ്ടാവും, എല്ലാ കാര്യവും നടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ കിതാബുകളൊന്നും ഇല്ലാത്ത, ടൈം ടേബിളൊന്നും ഇല്ലാത്ത ഒരു വെള്ളിയാഴ്ച രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ആലോചിച്ചു നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ഉത്തരം വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ ഒന്നുമേ ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് വളരെ ഫ്രീ ആയ ഒരു ദിവസം, നമുക്ക് സ്വന്തമായി മാത്രം ചെയ്യാവുന്ന ഒരു ദിവസം, ഒട്ടും പ്രവർത്തിക്കാതെ, ഒട്ടും ക്രിയാത്മകമാവാതെ, ഒട്ടും കാര്യക്ഷമമാവാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ എൻഗേജ് ആവുന്നതിനനുസരിച്ച്, നമ്മൾ ക്രിയാത്മകമാകുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും എന്നതിന്റെ ഉദാഹരണം പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്നത്, നമ്മുടെ SSFന്റെ പ്രവർത്തനം എന്നത്, നമ്മുടെ മറ്റു പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം എന്നത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ എന്നത്, നമ്മുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനമടക്കമുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ കാലത്തു തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവാ പ്രവർത്തന രംഗത്ത് നമ്മൾ ഉണ്ടാവണം. നമ്മൾ ഉണ്ടായേ പറ്റൂ. നമ്മെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന 10,000-കണക്കിന് കുട്ടികൾ ഈ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. അവർക്ക് നമ്മളെ പ്രതീക്ഷയുള്ളൂ എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഇതൊക്കെ ആമുഖമായി സൂചിപ്പിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിന് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ ഖിദ്മത്തുകൾ, വളരെ വലിയ പുണ്യമായി ലഭിക്കാവുന്ന ഖിദ്മത്തുകൾ, ആ ഖിദ്മത്തുകൾക്ക് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഭാഗ്യമാണ്, ഏറ്റവും മികച്ച സൗഭാഗ്യമാണ്, അവസരമാണ് SSF എന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നത്. നേരത്തെ ബാക്കവി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മളെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സമൂഹം മനുഷ്യർ, ആ മനുഷ്യരൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ കൊണ്ട് അവർക്ക് ഉപകാരം കിട്ടണം എന്നതാണ്. നമ്മളെ കൊണ്ട് അവർക്ക് ഉപകാരം കിട്ടണം എന്നതാണ്. ആ ഉപകാരങ്ങൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ആ ഉപകാരങ്ങൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഞാനിപ്പോഴും ഓർക്കുന്നു, പാലക്കാടിലെ മോളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മഅദിനിന്റെ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. മോളൂരിലെ അവിടുത്തെ സ്ഥാപനത്തിൽ ദഅവാ കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉവൈസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഉവൈസ് മുസ്ലിയാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്റെ നാടിന്റെ ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് മിഡിൽ വാലി എന്ന് പറയുന്ന സ്ഥലം. ആ മിഡിൽ വാലി ഇപ്പോൾ യൂണിറ്റായി നിലവിൽ വന്നിട്ട് 4 വർഷമാണായിട്ടുള്ളത്. 4 വർഷമേ SSFന്റെ യൂണിറ്റായി മാറിയിട്ട് ഇപ്പോ 4 വർഷം പൂർത്തിയായി. ആ യൂണിറ്റ് SSFന്റെ യൂണിറ്റ് കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഞങ്ങൾ അന്ന് ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ കമ്മിറ്റികൾ ഈ മിഡിൽ വാലി എന്ന് പറയുന്ന പ്രദേശത്ത് പോകുമ്പോഴാണ് ഞാൻ ആദ്യമായി ഈ ഉവൈസ് മുസ്ലിയാരെ കാണുന്നത്. അന്ന് +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയും വളരെ ചെറിയ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3ഓ 4ഓ വളരെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ സാധാരണ കുട്ടികളും, ആ കുട്ടികളുടെ
അടുത്ത് ചെന്ന് ഇവിടെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ പങ്കുവച്ചപ്പോ ഉവൈസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഈ +1 പഠിക്കുന്ന മുത്താലിം ഞങ്ങളെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് അവിടെ നിന്ന് യൂണിറ്റ് ആക്കിയാൽ ഉണ്ടാകുന്ന ഗുണം, യൂണിറ്റ് ആക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞു, നമുക്ക് അടുത്ത കൊല്ലം എന്തായാലും ഇവിടെ യൂണിറ്റ് ആക്കാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ തന്നെ ഇവിടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി SSFന്റെ സുംറ എന്ന് പറയാതെ ചെറിയ ഒരു ആത്മീയ കൂട്ടായ്മയും ഞങ്ങൾ ഇവിടെ തുടങ്ങി വെക്കാം. എല്ലാ മാസത്തെയും ഒരു ദിവസം ഡിവിഷനിൽ നിന്ന് ആരെങ്കിലും വന്ന് അതിന് നേതൃത്വം കൊടുത്ത് നിങ്ങൾ തിരിച്ചു പോകണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഉവൈസ് മുസ്ലിയാരുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് അന്ന് ആ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി തന്റെ ആശയം പങ്കുവെക്കുന്നു. ആ ആശയം പങ്കുവച്ച മിഡിൽ വാലി എന്ന് പറയുന്ന പ്രദേശത്ത് പിന്നെയും 2 വർഷം എടുത്തു SSFന് ഔദ്യോഗികമായ ഒരു യൂണിറ്റ് ഉണ്ടാവാൻ. ആ യൂണിറ്റ് ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ച് ആദ്യത്തെ യൂണിറ്റ് കമ്മിറ്റി നിലയിൽ വന്നതിന്റെ പ്രഥമ പ്രസിഡന്റ് ഉവൈസ് മുസ്ലിയാരായിരുന്നു. ആ യൂണിറ്റിൽ 8 മാസമാണ് ഉവൈസ് മുസ്ലിയാർ പ്രവർത്തിച്ചത്. തന്റെ സ്ഥാപനത്തിൽ നിന്ന് തന്റെ ഉസ്താദിന്റെ വീട്ടിൽ നടക്കുന്ന കുത്തുബിയത്തിലേക്ക് അതിരാവിലെ കൂടെയുള്ള സഹപ്രവർത്തകന്റെ കൂടെ ബൈക്കുമെടുത്ത് യാത്ര ചെയ്യുന്നു. തലേ ദിവസം SSFന്റെ ദഅവാ സെക്ടറിൽ നടക്കേണ്ട ഒരു പ്രോഗ്രാം ഒരല്പം വൈകിപ്പോയി. 11:40 ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ. അവിടുത്തെ SSFന്റെ കമ്മിറ്റിയിൽ കൂടിയുള്ള ഉവൈസ് മുസ്ലിയാർ അന്ന് ഉറങ്ങാൻ ഒരല്പം വൈകി. രാവിലെ കൂടെയുള്ള കുട്ടിയെയും കൊണ്ട് കുത്തുബിയത്തിലേക്ക് പങ്കെടുക്കാൻ അവിടെ നടക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി രാവിലെ യാത്ര തിരിച്ച ഉവൈസ് മുസ്ലിയാർ രാവിലെ 6:20 ആകുമ്പോഴേക്ക് ഒരു അപകടത്തിൽപ്പെട്ട് തൽക്ഷണം അവിടുന്ന് മരണപ്പെടുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മിഡിൽ വാലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു യൂണിറ്റിലെ അവിടെ SSFന് ഒരു യൂണിറ്റ് ഉണ്ടാവണം, ഒരു ഗ്രാമം സ്ഥിരവിയെടുക്കണം എന്ന് 2 വർഷത്തോളം നന്നായി അധ്വാനിച്ച് വിവിധങ്ങളായ ആത്മീയ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുത്ത് അവിടുത്തെ പ്രഥമ പ്രസിഡന്റായി സ്ഥാപിതമായ ഉവൈസ് മുസ്ലിയാർ വിട പറയുന്ന അന്ന് ഉവൈസിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളുടെ മുന്നിൽ അവന്റെ മയ്യത്തിനരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അവന്റെ കുടുംബങ്ങളെക്കാൾ കൂടുതൽ 40-ലധികം ചെറിയ കുട്ടികളുണ്ടായിരുന്നു. 10ഓ 11ഓ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾ. ആ കുട്ടികളാണ് ആ മയ്യത്തിന്റെ അടുത്ത് വന്ന് കരയുന്നത്. ഞങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഈ 40 കുട്ടികളും ഉവൈസ് മുസ്ലിയാർ ഉണ്ടാക്കിയെടുത്ത സുംറകളിലെ സ്ഥിരം സാന്നിധ്യമായി 2 വർഷമായി ആ ഗ്രാമത്തിൽ ഉണ്ടായ ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ 4 വർഷം പിന്നിടുന്നു. ഏകദേശം 40-ലധികം പ്രവർത്തകരുള്ള ഒരു വിശാലമായ യൂണിറ്റായി അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി മാറിയതിന്റെ പിന്നിൽ ഉവൈസ് മുസ്ലിയാർ അധ്വാനിച്ചുണ്ടാക്കിയ +1 പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ തനിക്ക് കിട്ടിയ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങളെ തന്റെ നാട്ടിൽ നടപ്പാക്കിയപ്പോ ഇന്ന് അവന്റെ ഖബറിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും ആദ്യം പള്ളി കഴിഞ്ഞാൽ എത്തുന്നത് അവിടുത്തെ SSFകാരാണ്, അവിടുത്തെ കുട്ടികളാണ്. ആ കുട്ടികൾ ഉവൈസിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ വിവിധ കുടുംബങ്ങളുടെ അടുത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അതിന് സാക്ഷിയാണ്. ഈ അടുത്ത് എന്റെ ഭാര്യയുടെ ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചപ്പോ അതേ പള്ളിക്കാട്ടിലാണ് ആ ഉമ്മയെയും ഖബറടക്കിയത്. അന്നും ഉമ്മയെ ഖബറടക്കി പലരും ഉവൈസിന്റെ ഖബറിലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത് എന്ന് കാണുമ്പോഴാണ് എത്രമാത്രം സന്തോഷമുണ്ട്, എത്രമാത്രം ആനന്ദമുണ്ട്. ഈ സന്തോഷവും ആനന്ദവും കിട്ടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉവൈസിനെ പോലെയുള്ള ഒട്ടനവധി മുത്തഅല്ലിമീങ്ങൾ താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന കാലത്തു തന്നെ തനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഗ്രാമങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിന്റെ മുന്നിൽ അവരുണ്ടായി എന്നതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇതൊക്കെ സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്. നമ്മളും നമുക്ക് കിട്ടാവുന്ന അവസരങ്ങളിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ലോകം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവുള്ള കുറെ മനുഷ്യർ SSFന്റെ കൂട്ടായ്മയിൽ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരുമായി സംസാരിച്ച് നമുക്ക് കിട്ടാവുന്ന വേദികളിൽ അവരുമായി ഇടപഴകി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക ആ ഉത്തരവാദിത്വം വളരെ നന്നായി നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴമുള്ള പഠനം ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് നന്നായി വായിക്കുകയും നന്നായി അന്വേഷിക്കുകയും നന്നായി പഠിക്കുകയും
പുതിയ കാലത്തെ സമൂഹം ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി പറയാൻ കഴിയുന്ന കിടയറ്റ യുവ പണ്ഡിതന്മാരായി നമ്മൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങാൻ കഴിയണം. അങ്ങനെ നമ്മൾ പഠിച്ച് അതേ സമയത്ത് തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ സമൂഹത്തെ കുറിച്ച് അറിയാനുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മെ ആയിരക്കണക്കിന് കൂട്ടുകാർ മാലയിട്ട് സ്വീകരിക്കാനുണ്ട്. നമ്മളെ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് ഈ കാലത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ ദഅവാ പ്രവർത്തനം, ഏറ്റവും വലിയ ധാർമ്മിക പ്രവർത്തനം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിന് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മൾ ശ്രമിക്കണം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, SSFന്റെ റിസാല എന്ന് പറയുന്ന മുഖപത്രമുണ്ട്, നിങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം ഈ കഴിഞ്ഞ ലക്കം വന്ന റിസാല നിങ്ങളൊക്കെ വായിക്കണം. ആ റിസാലയിൽ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ മുത്താലയെ കുറിച്ച്, അവരുടെ അന്വേഷണങ്ങളെ കുറിച്ച്, അവരുടെ വായനയെ കുറിച്ച് വിശാലമായി പറയുന്ന ഒരു ലേഖനമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ആ ഒരു ലേഖനം മാത്രം നിങ്ങൾ എടുത്തൊന്ന് വായിക്കണം. ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കുറെ മഹാമനുഷ്യന്മാർ, ആ മഹാമനുഷ്യരുടെ ചരിത്രത്തിൽ നിന്ന് അവർ അറിവിന് വേണ്ടി മാറ്റിവെച്ച, അന്വേഷണങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച, മുത്താലകൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്തെ കുറിച്ച് പറയുന്ന വളരെ ഹൃദയസ്പർക്കായ ലേഖനം. ആ ലേഖനത്തിൽ ഒട്ടനവധി പണ്ഡിതന്മാരുടെ ഒട്ടനവധി മഹത്തുക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു ചരിത്രം സ്വഹീബു തസാനീഫ് എന്ന പേരുള്ള മുഹമ്മദ് ന്റെ ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകൾ തന്റെ പ്രാഥമിക വിവരങ്ങളൊക്കെ തന്റെ ഉപ്പയിൽ നിന്ന് നേടിയെടുത്ത് 20ാമത്തെ വയസ്സിൽ തന്റെ വൈജ്ഞാനിക വികാസത്തിന് വേണ്ടി ചെറിയൊരു യാത്ര നടത്താമെന്ന് കരുതി യാത്ര ആരംഭിക്കുകയാണ്. അന്ന് ലോകത്ത് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ആ യാത്ര അവസാനിക്കുന്നത് മഹാന്റെ ചരിത്രത്തിൽ കാണാം. 20ാമത്തെ വയസ്സിൽ തുടങ്ങിയ യാത്ര 65ാമത്തെ വയസ്സിലാണ് അവസാനിക്കുന്നത്. 45 വർഷക്കാലം അറിവന്വേഷണത്തിന്റെ വിവിധങ്ങളായ നാടുകളിലൂടെ, ബുഖാറയിലൂടെ, നിസാബൂരിലൂടെ, ഇസ്ബഹാനിലൂടെ, വിവിധങ്ങളായ നാടുകളിലൂടെ സഞ്ചരിച്ച് 65ാമത്തെ വയസ്സിൽ നാട്ടിലെത്തുമ്പോഴാണ് മഹാനവറുകൾ പറയുന്നത്, ഇനി അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുള്ള ഊർജം തനിക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പങ്കുവെക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആഴമുള്ള വായനകളും ആഴമുള്ള അന്വേഷണങ്ങളും നമുക്കുണ്ടെങ്കിൽ മാത്രമേ പ്രബോധിത സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. റജബ് മാസം സുൽത്താനുൽ ഹിന്ദിന്റെ മാസം കൂടിയാണ്. മഹാനവരുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി കാണാൻ കഴിയും. മഹാനവറുകളെ മദീനത്തെ പള്ളിയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുൽത്താനുൽ ഹിന്ദായി ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നു ദഅവാ പ്രവർത്തനത്തിന് വേണ്ടി. മഹാനവറുകൾ മദീനയിൽ തുടങ്ങിയ യാത്ര ഇന്ത്യയിലെത്തുമ്പോഴേക്ക് ഏകദേശം 5 വർഷം എടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. 5 വർഷമൊന്നും ഇങ്ങോട്ട് ദൂരമില്ല. എന്നിട്ടും 5 വർഷം എടുത്തിട്ട് എന്തിനാണ് സഞ്ചരിച്ചത്? മഹാനവറുകൾ പോരുന്ന ഓരോ നാടുകളിലും ഇറങ്ങി അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച് അവിടുത്തെ മഹത്തുക്കളായ ആത്മീയ നേതാക്കളുടെ ആശീർവാദം നേടി പതിയെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായി നിൽക്കുന്ന കാബൂളിൽ മഹാനവറുകൾ അവസാനത്തെ തന്റെ സങ്കേതമായി തെരഞ്ഞെടുക്കുമ്പോൾ 2 വർഷക്കാലം കാബൂളിൽ മാത്രം സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു താമസിച്ചിട്ടുണ്ട്. കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, എന്തിനാണ് ഇവിടെ 2 വർഷം താമസിക്കുന്നത്? കുറച്ചുകൂടി പോയാൽ നമുക്ക് അജ്മീറിൽ എത്താൻ കഴിയും. അവിടെയാണല്ലോ നമുക്ക് നിർദ്ദേശം കിട്ടിയ പ്രദേശം. മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ ഈ നാട്ടിലിറങ്ങി ഇവിടെ 2 വർഷം താമസിക്കാൻ നിശ്ചയിക്കുന്നത് ഇതേ ഭാഷയും ഇതേ സംസ്കാരവുമുള്ള മനുഷ്യരാണ് അജ്മീറിലുള്ള മനുഷ്യർ. ആ മനുഷ്യരുടെ ഭാഷയും ആ മനുഷ്യരുടെ സംസ്കാരവും ആ മനുഷ്യരുടെ ജീവിത ചുറ്റുപാടും അവിടെ എത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാബൂളിൽ ഇറങ്ങുന്നത് എന്ന് മഹാനവറുകൾ പറയുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനവറുകൾ എല്ലാവരുടെയും ഭാഷകളും ഞാൻ ഇനി ഏത് ലോകത്തേക്കാണോ ഏത് സമൂഹത്തിലേക്കാണോ ഇറങ്ങാനുള്ളത് ആ സമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും ചുറ്റുപാടും ജീവിത നിലവാരവും ഒക്കെ
നേരത്തെ പഠിച്ചെടുത്തിട്ടാണ് ചിശ്തി റളിയല്ലാഹു അൻഹു അജ്മീറിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തായ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. മഹാനവറുകൾ ഇറാനിൽ എത്തുമ്പോഴാണ്, ഇറാനിൽ ഇറങ്ങി ഒരല്പ ദിവസം താമസിക്കാമെന്ന് കരുതുന്ന സമയത്താണ് കൂടെയുള്ളവരൊക്കെ പറയുന്നത്, ഇവിടെ ഒരു നദിക്കരിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ടെന്റിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞങ്ങളാരും പുറത്ത് കണ്ടിട്ടില്ല. എപ്പോഴും ആ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാം. ചിശ്തി റളിയല്ലാഹു അൻഹു ആ ടെന്റിന്റെ അടുത്ത് പോയി മെല്ലെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ സുജൂദിൽ കിടന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ കുറച്ചു നേരം കാത്തിരുന്നു, സലാം പറഞ്ഞു. സലാം ഒന്നും മടക്കുന്നില്ല. സുജൂദിൽ നിന്ന് എണീറ്റ് ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സലാം മടക്കി. സലാം മടക്കിയതിനു ശേഷം ചിശ്തി റളിയല്ലാഹു അൻഹു തന്റെ ആഗമനത്തിന്റെ താല്പര്യം പറഞ്ഞു. ഞാനിങ്ങനെ അജ്മീറിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ആത്മീയ നേതാക്കന്മാരെ, വലിയകൾ, ഔലിയാക്കളെ ഒക്കെ സന്ദർശിച്ച് അവരിൽ നിന്നൊക്കെ ആശീർവാദം നേടിയിട്ടാണ് എന്റെ യാത്രയുള്ളത്. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. മഹാനായ ചിശ്തി റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, ഈ നാട്ടിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വർഷങ്ങളായി ഈ ടെന്റിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന നിങ്ങൾ ഇത്ര മഹത്തായ പദവിയിലേക്ക് വളർന്നു വരാനുള്ള കാരണം എന്താണ്? ഈ മഹാൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ചെറുപ്പപ്രായത്തിൽ വളരെ യുവാവായിരുന്ന സമയത്ത് ഞാൻ എന്റെ നാട്ടിന്റെ ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന സമയത്ത് ആ അങ്ങാടിയുടെ ഒരു വറ്റത്ത് ഒരു മനുഷ്യൻ കയ്യിൽ ഒരൽപ്പം കല്ലുകളും ചെറിയ വടിയുടെ കഷ്ണങ്ങളുമായി ഇങ്ങനെ നിൽക്കുന്നു. ആ വഴിയിലൂടെ, ആ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും ഇദ്ദേഹം ഒന്നിരിക്കൽ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ കയ്യിലുള്ള വടിയുടെ കഷ്ണം എടുത്തെറിയും. അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം അവരെ അശ്ലീലകരമായ, ആഭാസകരമായ സംസാരങ്ങളെ കൊണ്ട് അധിക്ഷേപിക്കും. ഇങ്ങനെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ മനുഷ്യരെയും ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനും ആ അങ്ങാടിയുടെ ഒരു അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. അദ്ദേഹം ആളുകളെ എറിയുന്നതും ആളുകളെ അധിക്ഷേപിക്കുന്നതും കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നി, അദ്ദേഹത്തെ ഒന്ന് തിരുത്തിയാലോ, അദ്ദേഹത്തോട് ചെയ്യരുതെന്ന് പറഞ്ഞാലോ. പിന്നെ ഞാൻ വിചാരിച്ചു, വേണ്ട, അദ്ദേഹം വിചാരിക്കുന്നത് പോലെ അദ്ദേഹം പോവട്ടെ. ഏതായാലും എന്നെ എറിഞ്ഞിട്ടില്ലല്ലോ, എന്നെ എറിഞ്ഞിട്ടില്ല എന്ന സന്തോഷത്തിൽ ഞാൻ ആ അങ്ങാടിയുടെ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് അകലെ സഞ്ചരിച്ചപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്. ഓ മനുഷ്യ, നിങ്ങളിപ്പോൾ നടന്നു വന്ന അങ്ങാടിയിൽ നിങ്ങളൊരു മനുഷ്യനെ കണ്ടില്ലേ? ആ മനുഷ്യൻ ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന നൂറുകണക്കിന് മനുഷ്യരെ കല്ലെടുത്തെറിയുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും മാനസികമായി അസഭ്യ പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് തിരുത്താൻ പോലും സാധിച്ചില്ലല്ലോ. നിങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് തിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു അശരീരി ഞാനിങ്ങനെ ആകാശത്തു നിന്ന് കേട്ടപ്പോഴാണ് ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. അന്ന് ഞാൻ ഓടിയ ഓട്ടം ഈ നദിയുടെ അറ്റത്ത് ഇവിടെ വെച്ച് അവസാനിച്ചു. ഇവിടെ ഒരു ടെന്റ് ഉണ്ടായിരുന്നു. ആ ടെന്റിലേക്ക് ഞാൻ ഓടിക്കയറിയതാണ്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. നാളെ ആഖിറത്തിൽ അല്ലാഹു ഇതേ ചോദ്യം കോടിക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ വെച്ച് എന്നോട് വീണ്ടും ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഇതേ ചോദ്യം എന്നോട് ആവർത്തിക്കും. ഒരു വലിയ തെറ്റ് കണ്ടിട്ട്, ഒരു മനുഷ്യനെ തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു തെറ്റ് കണ്ടിട്ട് നിങ്ങൾ തിരുത്താതെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഇച്ഛക്ക് താല്പര്യപ്പെട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞില്ലേ എന്ന ചോദ്യം നാളെ ആഖിറത്തിൽ എന്നോട് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്ത് മറുപടി പറയും എന്ന ലജ്ജ കൊണ്ട് ഇനി മനുഷ്യരെ കാണില്ല എന്ന് തീരുമാനിച്ചു ഞാൻ ഈ കയറിയ കയറാണ്. ഏകദേശം 50 വർഷം പിന്നിട്ടു ഞാൻ ഈ ടെന്റിനകത്തേക്ക് കയറിയിട്ട് എന്ന് മഹാനായ ചിശ്തി റളിയല്ലാഹു അൻഹുവോട് ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിലും ഈ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ പ്രായത്തിൽ ജീവിക്കുന്ന, നമ്മളെക്കാൾ പ്രായം കുറവുള്ള നൂറുകണക്കിന് കുട്ടികൾ വഴിയറിയാതെ തെറ്റുകളിൽ ആപതിച്ചു കിടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളെ മിനിയാന്ന് ഒരു സ്വകാര്യ ചാനലിൽ വളാഞ്ചേരിയിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ അനുഭവം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ താൻ എങ്ങനെയാണ് MDMന്റെ അടിമയായത്, ഞാൻ എങ്ങനെയാണ് ലഹരിക്ക് അടിമയായത്. 22 വയസ്സുവരെ ഇസ്ലാമികമായി പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച ഞാൻ, ഒരു പുകവലി പോലും ഇല്ലാത്ത ഞാൻ 22ാമത്തെ വയസ്സിൽ MDMന് അടിമയാകുന്നു. 23-24 വയസ്സാകുമ്പോഴേക്ക് MDMന്റെ കച്ചവടക്കാരനാകുന്നു. അതിൽ നിന്ന് മോചിതനായി
മോചിതനായി മാദിനിലെ ഡി അഡിക്ഷൻ സെന്ററിൽ അടക്കം 2 വർഷത്തോളം നിന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ അനുഭവം പങ്കുവെക്കുന്നത് നിങ്ങൾ വായിക്കണം. ആ കുട്ടി പറയുന്നത് അവന്റെ അടുക്കൽ നിന്ന് MDMഉം കഞ്ചാവും വാങ്ങിപ്പോകുന്നത് 11ഉം 12ഉം വയസ്സുള്ള സഹോദരനും സഹോദരിയും ഒരുമിച്ച് വന്നുകൊണ്ടാണ് തന്റെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് തന്റെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിപ്പോകുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് മിനിയാന്നാണ്. ആശുപത്രികളിലെ ഡോക്ടർമാർ താൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് തന്നിൽ നിന്ന് MDMA വാങ്ങിക്കൊണ്ടുപോകുന്നു. അവിടുത്തെ നഴ്സുമാർ അവരുടെ നൈറ്റ് ഷിഫ്റ്റിന് ഊർജം കിട്ടാൻ വേണ്ടി MDMA വാങ്ങിക്കൊണ്ടുപോകുന്നു. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുമ്പോ 9ാം ക്ലാസ്സിലുള്ള കുട്ടി 9ാം ക്ലാസ്സുകാരനും 9 വയസ്സുകാരനും ഒക്കെ തന്റെ കയ്യിൽ നിന്ന് MDMA വാങ്ങിക്കൊണ്ടുപോകുന്ന അനുഭവം പറയുമ്പോഴാണ് നമ്മളെ മുന്നിൽ ചുറ്റുപാടുകളിലെ മലീമസമായ സാഹചര്യങ്ങൾ മനസ്സിലാകുന്നത്. ആ സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് പരിഹാരം കൊടുക്കാനുള്ളത് എന്നതിന്റെ മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവർക്ക് വഴികാട്ടിയായി അവർക്ക് ഊർജം കൊടുക്കാൻ അവരുടെ മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഉസ്താദുമാരിൽ നിന്ന് കിട്ടുന്ന ആത്മീയപരമായ അറിവുകൾ, വൈജ്ഞാനികമായ വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനങ്ങളെയും അറിവുകളെയും കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുപോയി പുതിയ കാലത്തിന് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യത്തെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് ആഖിറത്തിൽ വെളിച്ചമായി നേരത്തെ ഇബ്രാഹിം ബാക്കി ഉസ്താദ് പറഞ്ഞതുപോലെ തെളിച്ചമുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുക. മുൻകാലങ്ങളിൽ നമ്മുടെ കൂടെ ജീവിച്ച ഒട്ടനവധി മനുഷ്യന്മാർ, ആ മനുഷ്യരൊക്കെ ഇത്തരം തെളിച്ചമായ ലോകത്ത് നടന്നുപോയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ പഠിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷമോ 2 വർഷമോ മുമ്പോ എനിക്ക് ഓർമ്മയില്ല ഒരു ബൈക്ക് യാത്രക്കിടയിൽ മരണപ്പെട്ടു പോയ ഈ സ്ഥാപനത്തിലെ അമീൻ ഈസാൻ എന്ന് പറയുന്ന 2 കുട്ടികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വെള്ളുവങ്ങാടിലെ അമീൻ എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ച് അന്നത്തെ ഡിവിഷനിൽ ഉണ്ടായിരുന്ന പ്രവർത്തകർ പങ്കുവച്ച അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇസ്ലാമിക സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വീണുപോയ ഞാൻ നേരത്തെ പറഞ്ഞ ഉവൈസിനെ പോലെയുള്ള, ആരിഫ് മുസ്ലിയാരെ പോലെയുള്ള, ഇഹ്സാനിനെ പോലെയുള്ള എത്രയധികം മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. നമ്മളിപ്പോഴും ഓരോ റിസാലക്കാലം വരുമ്പോഴും കൊളപ്പുറത്തെ 19കാരനായ ഫായിസിന്റെ പുസ്തകം എടുത്ത് വായിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ജീവിച്ച 19 വയസ്സ്, 18 വയസ്സ്, 17 വയസ്സ്, ആ വയസ്സിനിടയിൽ അവരെന്തോ ചിലത് സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പിരിഞ്ഞു പോയപ്പോഴാണ് നമ്മൾ അവരിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊക്ലിയിലെ പള്ളിക്കാട്ടിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഓഹാലിദിനെ എല്ലാ ക്യാമ്പുകളിലും ഇങ്ങനെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് 28 വയസ്സിനിടയിൽ ഓഹാലിദ് ചെയ്തു തീർത്ത മഹത്തായ ദൗത്യങ്ങളുടെ, മഹത്തായ ഉത്തരവാദിത്തങ്ങളുടെ ഓർമ്മകളായിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാലത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഓർമ്മകളിൽ ഓഹാലിദ് ഒരിക്കൽ കൂടി എടുത്തു വായിച്ചു. ആ വായിച്ചതിന്റെ അവസാനത്തിൽ റിസാലയുടെ എല്ലാമായിരുന്ന റസാഖ് കൊച്ചി എന്ന് പറയുന്ന സഹപ്രവർത്തകന്റെ അനുഭവം കൂടി പങ്കുവെക്കുന്നുണ്ട്. SSFന്റെ റിസാല പ്രസിദ്ധീകരിക്കുന്ന കാലം, മാസത്തിൽ 1 കോപ്പി ഇറങ്ങുന്ന കാലം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായി കടം വന്ന് ഇനി റിസാല പുറത്തിറക്കണ്ട എന്ന് അന്നത്തെ SSFന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് പ്രസിദ്ധീകരണം നിർത്തിവെച്ച ഒരു സമയം. ആ സമയത്താണ് റസാഖ് കൊച്ചി കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു ട്രെയിൻ കയറുന്നത്. കൂടെ അന്നത്തെ റിസാലയുടെ ഓഫീസിലുണ്ടായിരുന്ന SSFന്റെ സ്റ്റേറ്റ് ഓഫീസിലുണ്ടായിരുന്ന ഷെരീഫ് കൂടി ആ ട്രെയിനിൽ യാത്രികനായി ഉണ്ട്. ഷെരീഫ്ക്ക് താഴെ സീറ്റ് കിട്ടി, റസാഖ് കൊച്ചിക്ക് സീറ്റ് കിട്ടിയില്ല. ആളുകൾ ബാഗ് വെക്കുന്ന മുകളിലെ ബർത്താണ് അദ്ദേഹത്തിന് സീറ്റായി കിട്ടിയത്. അദ്ദേഹം ബർത്തിന്റെ മുകളിൽ കയറിയിരുന്നു. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിൽ തന്റെ ബാഗിൽ നിന്ന് ഒരു നോട്ട് ബുക്കിൽ റസാഖ് കുറ്റി എന്തൊക്കെയോ എഴുതി വെച്ചു. താഴെ നിൽക്കുന്ന ഷെരീഫ് മുകളിലോട്ട് നോക്കുമ്പോ കുറ്റി സാഹിബ് പലതും തന്റെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വളരെ കുറഞ്ഞ സമയത്ത് ട്രെയിൻ യാത്ര കഴിഞ്ഞ് ട്രെയിൻ ഇറങ്ങി SSFന്റെ സ്റ്റേറ്റ് ഓഫീസിലേക്ക് നടന്നു പോകുമ്പോ റസാഖ് കുറ്റി ഷെരീഫ്ക്കിയോട് പറഞ്ഞു, നമുക്ക് റിസാല ആഴ്ചയിൽ പുറത്തിറക്കിയാലോ? ഒരു മാസത്തിൽ ഒന്നുപോലും ഇറക്കാതെ കടം വന്ന് നിർത്തിവെച്ച റിസാലയെ കുറിച്ച് അന്ന് റസാഖ് കുറ്റി പറഞ്ഞത് നമുക്ക് ആഴ്ചയിൽ എങ്ങനെ റിസാല ഇറക്കാൻ കഴിയും? ഷെരീഫ് പറഞ്ഞു, ഒരു നിലക്കും സാധ്യമല്ല. മാസത്തിൽ പോലും ഇറക്കാൻ കഴിയാത്ത പ്രസിദ്ധീകരണം നമുക്ക് എങ്ങനെ ഇറക്കാൻ കഴിയും? റസാഖ് കുറ്റി തന്റെ നോട്ട് ബുക്ക് മറിച്ചു. ഷെരീഫ് പറയുന്നു, 20 പേജ് ആ നോട്ട് ബുക്കിൽ കുറ്റി സാഹിബ് എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് SSFന് ഒരു പ്രസിദ്ധീകരണം ആഴ്ചയിൽ ഇറക്കാൻ കഴിയുക എന്ന മാസ്റ്റർ പ്ലാൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്
കോഴിക്കോട്ടേക്കുള്ള അരമണിക്കൂർ യാത്രക്കിടയിൽ ട്രെയിനിന്റെ ബർത്തിലിരുന്ന് കൊച്ചി സാഹിബ് എഴുതി വെച്ചു. ആ 20 പേജായിരുന്നു SSFന്റെ റിസാല വാരികയാകുന്നത്. ആ വാരിക കൊച്ചി സാഹിബ് തുടങ്ങി വെച്ച മാസ്റ്റർ പ്ലാൻ ഇന്നും റിസാല മുടക്കമില്ലാതെ ഒരാഴ്ച പോലും നഷ്ടപ്പെടാതെ ഇന്ന് ഇസ്ലാമിക കൈരളിയിൽ പൊതുസമൂഹത്തിൽ നമുക്കിങ്ങനെ ഇസ്ലാമിക ദാവാ പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നത് റസാഖ് കുറ്റി എന്ന് പറയുന്ന മഹത്തായ ദീർഘവീക്ഷണമുള്ള മനുഷ്യരാണ്. അവരൊക്കെ ആയുസിന്റെ എത്രയോ മുമ്പ് വളരെ വേഗത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചുപോയവരാണ്. അവരെയൊക്കെ നമ്മൾ സ്മരിക്കുന്നത് ജീവിതത്തിന്റെ വളരെ കുറഞ്ഞ കാലമെങ്കിൽ പോലും അവർക്ക് കിട്ടിയ ആയുസിന്റെ വളരെ കുറഞ്ഞ കാലത്ത് പോലും അവർ ദീനിനു വേണ്ടി ദാവാ പ്രവർത്തനത്തിൽ ഉണ്ടായി എന്നതുകൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാ ബിരുദവും എടുത്ത് പുറത്തിറങ്ങുന്ന കാലത്ത് മതി എനിക്ക് ഇസ്ലാമിക പ്രവർത്തനം എന്ന് തീരുമാനിച്ചാൽ ഈ പറഞ്ഞ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ അനുസ്മരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ട സദസ്സായതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു മാത്രം. അല്ലാഹു എല്ലാവർക്കും അവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഏറ്റവും അമൂല്യമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമൂഹത്തിലേക്ക് അവരിലേക്ക് ആവശ്യമാവുന്ന രീതിയിൽ ഇറങ്ങാനുള്ള എല്ലാ ആയുധവും സജ്ജമാക്കി പഠിക്കാൻ നമ്മളൊക്കെ ഉത്സാഹിക്കണം. ആ ഉത്സാഹത്തിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.